മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ അനധികൃത കരിപ്രസാദം പരിശോധനയ്ക്ക് അയച്ചു. അതിനിടെ വീണ്ടും കരിപ്രസാദം നിർമ്മാണം കണ്ടെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുകളിൽ നിന്നാണ് കവറുകളിൽ കറുത്ത പൊടിയും ചാരിച്ച കരിയും പ്രസാദവും കണ്ടെത്തിയത്. വിനീഷ് ചേരുന്നു. വിനീഷ്, ഇത് വലിയ ക്രമക്കേടാണെന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതിന് സമാനമായി പുറത്ത് ഇത്തരം പ്രസാദ നിർമ്മാണം. അങ്ങനെയെങ്കിൽ ക്ഷേത്രത്തിനകത്ത് ചെയ്യേണ്ട ഒരു കൃത്യമായ നിബന്ധനയുള്ള ഒരു വസ്തുവാണിൻ്റെ നിർമ്മാണമാണ് പുറത്ത് നടക്കുന്നത്. എന്താണ് ഈ വീഴ്ച? എന്താണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം? സജിത്ത്, കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിന് സമീപത്ത് ഒരു വാടക വീട്ടിൽ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ, അതായത് ഈ കരിപ്രസാദം അടക്കമുള്ള നിർമ്മാണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെ അത് വലിയ രീതിയിൽ വിവാദമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അന്വേഷണം ഉൾപ്പെടെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സമാനമായ രീതിയിൽ ക്ഷേത്രത്തിനുള്ളിൽ, അതായത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ സമീപത്തായിട്ട് തന്നെ ദേവസ്വം ഓഫീസിന്റെ 3ാമത്തെ നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ BJP പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു സംഘടനകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇവിടെ കരി ഒരു പാത്രത്തിൽ കലക്കി വെച്ചാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രസാദം കൊടുക്കാനുള്ള പ്രസാദമാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ചന്ദനവും കാണാം. ഒരു പാത്രത്തിനുള്ളിൽ ചന്ദനം കലക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ കെമിക്കൽ സാന്നിധ്യമുണ്ടോ എന്നുള്ള സംശയവും നേരത്തെ BJP അടക്കം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ സമാനമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വീണ്ടും കാണാനിടയാവുന്നത്. നമുക്കൊരു ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. 50 രൂപയ്ക്ക് അങ്ങനെയാണോ ഇത്? 50 രൂപ കൊടുക്കുന്ന 50 രൂപ കൊടുക്കുന്ന ഇതിനകത്ത് ഈ വലിയ ഇലക്കാതെ കൊടുക്കുന്നത്, അത് 20-30 കൊടുക്കുന്നവർക്ക് അത് കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം. അതിനകത്ത് ഈ ഭസ്മം കാണും. ഭസ്മം ഇടാൻ വേണ്ടി ഇതും വെച്ചേക്കും, വലിയ ഇല വെച്ചേക്കും. അതെ, 50-100 അങ്ങനെ പൈസ ക്രമത്തിലാണ് പ്രസാദം നൽകുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇതാണ് ഇവിടെ നടത്തിയത്. അനധികൃതമായിട്ടുള്ള നിർമ്മാണമാണ്. കഴിഞ്ഞ ദിവസവും ഇത് കണ്ടെത്തിയിരുന്നു. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കവറുകളാണ് ഇത്. കരി നിറച്ച കവറാണ്, പൊട്ടിച്ചിട്ടിരിക്കുന്നു. ഇത് എന്ത് തരത്തിലുള്ള കരിയാണ് ഇവർ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. ഇത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവത്തിൽ നിരവധി പേർ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എണ്ണയെല്ലാം ഒരു പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ അനധികൃതമായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള നിർമ്മാണം നടക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ്. നമുക്ക് പ്രതികരണം തേടാം. ശരിക്കും ഇത് എപ്പോഴാണ് കണ്ടെത്തുന്നത്? ഇപ്പോൾ ഒരു അരമണിക്കൂർ ആകുന്നില്ല, ഏകദേശം 20-30 മിനിറ്റ് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങളിങ്ങനെ നമ്മുടെ ഇന്നലെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകൻ ഇങ്ങനെ വന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ വീണ്ടും ഇവിടെ നിർമ്മാണം ഒരു തറയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അകത്ത് കയറി പരിശോധന നടത്തി. എങ്ങനെയാണ് ഇതിന്റെ എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് സ്വാഭാവികം ചുറ്റുവട്ടം പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അകത്തുനിന്ന് ഈ ഒരു കവറിലുള്ള ഇത്രയും കരി പാക്കറ്റുകൾ ലഭിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോവുകയാണ്. ഇത്രയും വിവാദമായ വിഷയത്തിൽ സധൈര്യം, ഇത്രയും ധൈര്യത്തോടെ, ആരുടെ അനുഭവത്തോടു കൂടിയാണ് വീണ്ടും ഇത്രയും ഇത് ചെയ്യാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ്, വളരെ ദുഃഖകരമാണ്. ഇന്നലെ ഇത്രയും കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ട് ഇത്രയും വിഷയമുണ്ടായിട്ട് അടിയന്തരമായ നടപടി എടുക്കുമെന്ന് ദേവസ്വം ബോർഡ് ഉറപ്പു തന്ന ശേഷമാണ് സമരം പിൻവലിച്ചിട്ടുള്ളത്. എന്നിട്ടും മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പിട്ട് വീണ്ടും ഈ തരത്തിൽ വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ ഉപയോഗിച്ച് വീണ്ടും ഈ പ്രസാദ നിർമ്മാണം നടത്തിയത് വളരെയധികം കുറ്റകരമാണ്. അടിയന്തര നടപടി പോലീസ് ഉദ്യോഗസ്ഥരെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ തന്നെ ഞെട്ടിപ്പോകും. ഇത് ആര് പറഞ്ഞു, എന്തിന് ചെയ്തു എന്നുള്ളതാണ് വീണ്ടും അവർ ബന്ധപ്പെടുന്നത്. AOയെ ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സന്ധിയില്ലാത്ത ഒരു ഒത്തുതീർപ്പും ഇന്നലെ ഞാൻ 48 മണിക്കൂർ സമയം BJP കൊടുത്തു. കൃത്യമായ നടപടി ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ദേവസ്വം ബോർഡ് വിജിലൻസ് എത്തിക്കൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കും ഉറപ്പ് തന്ന നിമിഷം മണിക്കൂറുകളായില്ല. ആ സ്ഥാപനം ഇന്നലെ മദ്യക്കുപ്പിലടക്കം, ഇന്നിവിടെ കുപ്പിളില്ലെന്നേ ഉള്ളൂ. പകരം റെഡിമെയ്ഡ് കരി. എന്താണ് ഈ കരി എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. റെഡിമെയ്ഡ് കരിയും വൃത്തിഹീനമായ ഒരു പാ പോലും വിരിക്കാതെ ഇത്രയും ഭക്തജനങ്ങൾ വളരെ പരിഭാവനമായി ഭക്തിപൂർവ്വം വളരെ മോശപ്പെട്ട ഒരു വെൽഡിംഗ് റാഡ് വെച്ചിട്ടാണ് പ്രസാദം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്രയും ദ്രോഹിക്കുന്ന ഒരു നിലപാട് അറുതി വരുത്തിയില്ലെങ്കിൽ ദേവസ്വം ബോർഡ് പൂട്ടുക മാത്രമല്ല, വലിച്ചിറക്കി ഉദ്യോഗസ്ഥരെ താഴെ ചവിട്ടിക്കൊണ്ട് ഞങ്ങൾ തയ്യാറാവും. ഇന്ന് രാവിലെ ഇന്നലെ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. ഇന്ന് നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നിവിടെ റൂമിൽ വന്ന് പരിശോധിച്ചത്. നോക്കിയപ്പം ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ ഇവിടെ കാണുന്നത്. ഈ രീതിയിൽ പ്രസാദം ഉണ്ടാക്കുന്നു കാണുന്നത്. ഇത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കരി ഉപയോഗിച്ചാണ് ഈ പ്രസാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പായെങ്കിലും നൂത്തിട്ട് വേണം ഇത് ചെയ്യാൻ.
ഒരു പായെങ്കിലും നൂത്തിട്ടിട്ട് ഇത് ചെയ്യാമായിരുന്നില്ല ഇവർക്ക്. ഒരു പാ നൂത്തിട്ടിട്ടെങ്കിലും ഇത് ചെയ്തുകൂടായിരുന്നു നിങ്ങൾക്ക്. ഒരു പാ നൂത്തിട്ടിട്ടെങ്കിലും ഇത് ചെയ്തുകൂടായിരുന്നു. ഈ പ്രസാദം ചെയ്തുകൂടായിരുന്നു. സാമാന്യ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന നടപടികൾ. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം തീർച്ചയായും ഇത് കണ്ടെത്തി എന്നുള്ളതാണ്. വീണ്ടും സമാനമായ രീതിയിൽ കൊട്ടാരക്കരയിൽ ദേവസ്വം ബോർഡ് കെട്ടിടത്തിന് മുകളിലായിട്ടാണ് ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തുന്നതായിട്ട് അല്ല, ഇത് ഇന്നലെ സമീപനം പാലിച്ചു. ഇന്നലെ ഞങ്ങൾ സമീപനം പാലിച്ചു. ഇന്നലെ ഞങ്ങൾ ക്ഷമിച്ചു. അല്ല, ഇന്നലെ ഞങ്ങൾ ക്ഷമിച്ചു. ഉദ്യോഗസ്ഥർ വന്ന് നടപടി എടുക്കാൻ ഞങ്ങൾ സമാധാനപരമായി ഞങ്ങൾ BJP പ്രവർത്തകരും ഹിന്ദു ഐക്യരും പിരിഞ്ഞുപോയി. ഇനി ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവമാണ് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. അടിയന്തരമായി ദേവസ്വം ബോർഡിന്റെ AOയും ബന്ധപ്പെട്ട അധികാരികളും വിജിലൻസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള അടിയന്തരമായി എത്തിയിട്ട് പിരിഞ്ഞു പോകുള്ളൂ. ഈ നടപടി ഇനി ഇവിടെ ആവർത്തിക്കാൻ BJP അനുവദിക്കത്തില്ല ഞാൻ മാത്രം പറയുന്നു. ഇത്രയും നെറികെട്ട ഒരു നടപടി, ഇത്രയും തന്നെ നെറികെട്ട നടപടി, ഒരു മര്യാദ വേണം. ഇന്നലെയുള്ള ദിവസങ്ങളിൽ നടന്ന ആ സംഭവങ്ങളെ ഭക്തജനങ്ങളുടെ ഹൃദയത്തില് ഏൽപ്പിച്ച ആഘാതവും ഹൃദയവേദനയും വലുതായതുകൊണ്ട് അത് അവസാനിക്കുമെന്നുള്ള ആഗ്രഹത്താല് ശുദ്ധികലശം നടത്തിയിട്ടായിരുന്നു ഇന്നലെ ക്ഷേത്രം പ്രവർത്തിച്ചത്. ആ ക്ഷേത്രം ഭക്തജനങ്ങളെ കയറ്റിയത് ശുദ്ധികലശം കടത്തിയിട്ടാണ്. അഞ്ച് പൂജാരിമാരെ ഇരുത്തിച്ചു പുണ്യാഹം തയ്യാറാക്കിയിട്ട് അത് ക്ഷേത്രത്തിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപക്ഷേത്രങ്ങളിലും എല്ലാം കുടഞ്ഞ് ശുദ്ധി വരുത്തിയതിന് ശേഷം പിന്നീട് ഇവിടെ തയ്യാറാക്കുന്ന പ്രസാദം കൊടുക്കുമെന്നുള്ള വാക്കായിരുന്നു വന്നത്. എന്നാൽ അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത് ഭക്തജനങ്ങളുടെ ഹൃദയത്തില് ഉണ്ടാക്കിയേക്കുന്ന ആഘാതം ഇത് ചെറുതല്ല. ലോകമറിയപ്പെടുന്ന ഗണപതി ക്ഷേത്രത്തിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ വരുമാനമൊന്നുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ഓരോ ഭക്തനും ആലോചിക്കണം. ദേവസ്വം ബോർഡിന്റെ വഞ്ചിയിലെ ഏതെങ്കിലും നാണയത്തുട്ടോ നോട്ടുകളോ നിക്ഷേപിക്കുമ്പോൾ അതിന് തിരിച്ച് നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള നെറികെട്ട സമീപനമാണെങ്കിൽ ആ ദേവസ്വം ബോർഡിനെ ചൂല് വെച്ചടിച്ച് പുറത്താക്കിയിട്ട് ഭക്തജനങ്ങൾ ഇത് ഏറ്റെടുക്കേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. ഇത് മാത്രമല്ല, ഈ ക്ഷേത്രം 1942 സർ CP രാമസ്വാമി അയ്യർ ദിവാനായിരിക്കുമ്പോഴേ അദ്ദേഹം ഇവിടെ വന്നപ്പോഴേ ഏതാണ്ടോ ആദരവ് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചെടുത്ത ക്ഷേത്രമാണ് ഈ കൊട്ടാരക്കര ശ്രീ മണികണ്ഠേശ്വര ക്ഷേത്രം. ഇത്തരത്തില് ഈ പിടിച്ചെടുത്ത ക്ഷേത്രം ഊമംപള്ളി അകവൂർ മനയുടെ ഊരായ്മ അവകാശത്തിലുള്ള ക്ഷേത്രമായിരുന്നു. അങ്ങനെയുള്ള ക്ഷേത്രത്തെ മുഴുവനും രാജാവ് പിടിച്ചെടുത്തിട്ട് പിന്നെ ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു ചെയ്തത്. അപ്പൊ അത്തരത്തില് ഈ ചെയ്ത വളരെ മഹത്തരമായ ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ നടക്കുന്നതെങ്കിൽ ഈ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്നും അതുമാത്രമല്ല ഇത് വെച്ചല്ലല്ലോ പ്രസാദം ഉണ്ടാക്കേണ്ടത്. ഇത് എവിടെ പിഴച്ചു, ഇത് എന്നു തൊട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഇത് ദേവസ്വത്തിലെ തൊഴിലാളി മുതലാളി ബന്ധത്തിൽ യൂണിയൻകാരാണ് ഭരിക്കുന്നത്. ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തോടൊപ്പം ഒട്ടി നിൽക്കുന്ന യൂണിയന് എന്നും ആധിപത്യമുള്ള ഒരു സംവിധാനമാണ് ദേവസ്വത്തിലുള്ളത്. ഇത് രാഷ്ട്രീയക്കാരുടെ ഏജന്റായിട്ട് കടന്നു വരുന്ന ദേവസ്വം പ്രസിഡന്റും മെമ്പർമാരും അവരുടെ പിണിയാളുകളായിട്ട് നിന്നുകൊണ്ട് ഓരോ മേൽശാന്തിയുടെയും നിയമനത്തിന് 25 ലക്ഷം രൂപയാണ് കൊട്ടാരക്കരയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത്. ഒരു മേൽശാന്തിയുടെയോ കീഴ്ശാന്തിയുടെയോ നിയമനത്തിന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് 25 ലക്ഷം രൂപയാണ് ഒരു ബോർഡ് പ്രസിഡന്റിനും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും കിട്ടുന്നത്. അപ്പോൾ അത്തരത്തില് അഴിമതിയുടെ കൂത്തരങ്ങായിട്ടും കോടികൾ ഉരുണ്ടുമറിയുന്ന കേന്ദ്രങ്ങളായിട്ടും ഈ മഹാക്ഷേത്രങ്ങൾ മാറുമ്പോഴേ ഇവിടെയെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി പിടിമുറുക്കിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻകാർ പിടിമുറുക്കിയിരിക്കുന്നു. അതിനോടൊപ്പം ഒത്താശ പാടുവാൻ വേണ്ടി RSPയുടെയും INTUCയുടെയും യൂണിയൻകാരുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു കൂട്ട് കച്ചവടമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭക്തന്മാരോടൊപ്പം ചെയ്യുന്നത്. ശരിക്കും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, അതായത് ഇന്നലെ ഈ ഇത്തരത്തിലുള്ള വിഷയം തൊട്ട് താഴെ ഒരു വാടക കെട്ടിടമായിരുന്നെങ്കിൽ ഇന്ന് ദാണ്ട് അതായത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഈ ഒരു കെട്ടിടത്തിലാണ് അതിനേക്കാളും മോശപ്പെട്ട രീതിയിൽ കരിപ്രസാദം ഉൾപ്പെടെയുള്ളത് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ വളരെ മോശപ്പെട്ട രീതിയിൽ കണ്ട് അതിനെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്നലെ 5 തിരുമേനികൾ ശുദ്ധികലശം ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാണ് വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക്
പൊതുജന വിശ്വാസികൾക്ക് ദർശനം നൽകാനുള്ള സൗകര്യം ഒരുക്കി. എന്നിട്ട് ഈ ഡിഒയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും BJPയുടെയും പ്രവർത്തകര് ഈ ഇവിടുത്തെ മേൽശാന്തിയെ വന്ന് കണ്ടതിന് പ്രകാരം മേൽശാന്തിയെ വന്ന് കണ്ടു. ആ മേൽശാന്തിയെ കണ്ടതിന് പ്രകാരം ഇവിടെ കരിപ്രസാദം നിർമ്മിക്കുന്നത് വളരെ ശുദ്ധമാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ആ പ്രസാദം ഇവിടെ വിതരണം ചെയ്തത്. ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ഇന്ന് കരിക്ക് സമാനം, അതായത് ഉമ്മുക്കരിക്ക് സമാനമായിട്ടുള്ള പദാർത്ഥം ഉപയോഗിച്ചത് ഇവിടെ, അതായത് വെൽഡിംഗ് റാഡ് വെച്ചിട്ട് അത് കലക്കി നിർമ്മിക്കുന്ന ഒരു പ്രസാദമാണ് കാണുന്നത്. ഇത് ഹിന്ദു വിശ്വാസികളുടെ ഗണേശ ഭക്തരുടെ അവരുടെ വിശ്വാസത്തെ എല്ലാം ഹരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ്. ഈ ഹൈന്ദവ സമൂഹത്തിലെ വെല്ലുവിളിയാണ് ഈ ദേവസ്വം ബോർഡും അതിന്റെ അധികാരികളെ. ഇപ്പൊ DO, AC മറ്റുള്ളവർ ആരും ഇതിന് ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഈ വിശ്വാസി സമൂഹത്തിന്റെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ഇവിടുത്തെ മേൽശാന്തി കിൽശാന്തിയെയും ഇവിടുത്തെ ജീവനക്കാരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരിയെ മൊത്തം പിരിച്ചുകൊണ്ടു, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് മുതലുകളെ ഏൽപ്പിക്കണം. ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. കാരണം സമാനമായ രീതിയിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തി ആവർത്തിച്ചു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളി ഭക്തജനങ്ങൾ നേരിടണം. ഈ വെല്ലുവിളി, ഈ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്ന ദേവസ്വം ബോർഡ് നിലപാടുകൾക്ക് അറുതി ഉണ്ടാകണം. വ്യക്തമായ ഉന്നത അധികാരി, ഇത് ചെറിയ ബന്ധമല്ല, ദേവസ്വം ബോർഡിന്റെ ഉന്നത അധികാരികൾ ലക്ഷങ്ങൾ കൈപ്പറ്റി ഇവിടെയുള്ള വരുമാനത്തിൽ നിന്ന് വൻ തുകകൾ കൈപ്പറ്റിക്കൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് ഇതിനെല്ലാം നേരത്തെ മൗന അനുവാദം കൊടുക്കുന്ന ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഉന്നത ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രശാന്ത്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് അടിയന്തരമായി ഇവിടെ ഉണ്ടാവണം. ഇത് ചെറിയൊരു വിഷയമല്ല. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, ദശലക്ഷക്കണക്കിന് ഭക്തരുള്ള കൊട്ടാരക്കര മഹാഗണപതി ഭഗവാൻ മിത്താണെന്ന് പറഞ്ഞ ശംസീറും കേരള ഭരണകൂടം ഉണ്ടാവും. അത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ബാലഗോപാൽ അടക്കം ഇവിടെ ഉണ്ട്. ഇതുവരെ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. നഗരസഭ ഭരണകൂടമുണ്ട്, ആരും തയ്യാറാകുന്നില്ല. ഇത് ഹൈന്ദവർക്ക് നേരെ, ഈ ഭക്തജനങ്ങൾക്ക് നേരെ ശബരിമലയിലും കൊട്ടാരക്കരയിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കുവാൻ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഓഫീസിലോട്ട് പോകും. ഉണ്ടെങ്കിൽ അവിടുന്ന് വലിച്ച് താഴെ ഇറക്കിയിട്ട് ദേവസ്വം ബോർഡ് താഴിട്ട് പൂട്ടുമെന്ന് BJP പറയുന്നു. ഒരു സംശയമില്ല. അരമണിക്കൂറിനകം നോക്കും. അരമണിക്കൂറിനകം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത്രയും കഴിവട്ടവന്മാരെ പോലെ, ഈ കഴുതെ പോലെ പണിയെടുക്കുന്നവന്മാർ, ഇവന്മാരെ പോലെ വെറും നാറികൾ ഈ ഇത്രയും വലിയ വിഷയം ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും നേരമായിട്ട് വന്നില്ല. എത്ര ഉത്തരവാദിത്വമുണ്ട് ഇവന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങോട്ട് പ്രതിഷേധമായിട്ട് അങ്ങോട്ട് BJP പോവുകയാണ്. ഇന്നലെ തന്നെ ഈ വൃത്തിഹീനമായ ഇടത്ത് ഈ പ്രസാദം ഉണ്ടാക്കുന്നതിന് ലാസ്റ്റ് വാണിംഗ് കൊടുത്തതാണ് BJP. ലാസ്റ്റ് വാണിംഗ് കൊടുത്താണ് കൊട്ടാരക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ലാസ്റ്റ് വാണിംഗ് കൊടുത്തതാണ്. അതിന് ഉണ്ടാവത്തില്ലെന്ന് AC മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. അതിന് വിപരീതമായാണ് ഇന്ന് ഈ പരിപാടി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദ വിവാദമാണ്. അവിടെ പ്രസാദം നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്ത്, ഇപ്പോൾ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങിന് മുകളിലും ഈ കരിപ്രസാദം നിർമ്മിച്ചതായി കണ്ടെത്തി. അവിടെ വിജിലൻസിന്റെ പരിശോധനയുണ്ട്. അവിടെ വലിയ ഈ സംഘപരിവാർ സംഘടനകൾ വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്.